നമസ്കാരം. ഓം നമ ശിവായ. ജൂലൈ 31 നാളത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അതേസമയം ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്നും അവരുടെ പരിഹാര മാർഗങ്ങൾ, ആ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചില നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചെറിയ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തിലെ വെല്ലുവിളികളെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. ആദ്യം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം പൂർത്തിയാകാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭമുണ്ടാകുന്ന ഒരു സമയം ആണ്. നിങ്ങൾക്ക് വലിയ ചില കരാറുകൾ ലഭിക്കാനും ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് പണം വരാനുമൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ മുന്നോട്ട് പോകാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാനും നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക് കഴിയും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുക, കഴിയുമെങ്കിൽ ഒരു വൃക്ഷത്തൈ നട്ട് പരിപാലിക്കുകയോ അല്ലെങ്കിൽ പക്ഷികൾക്ക് വെള്ളം നൽകുകയോ ഒക്കെ ചെയ്യുക. ഇത് ഈ ദിവസത്തെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഇനി അടുത്തത് നാളെ ഗുണഫലം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും വിജയവും ഒരുപോലെ ലഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള സമയം. സാമ്പത്തിക ഇടപാടുകൾ ലാഭസാധ്യതയിലേക്ക് കലാശിക്കുന്ന ഒരവസ്ഥ. കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരവും പ്രശംസയും അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിക്കുകയും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്യും. സ്വത്ത് തർക്കത്തിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്ന ഒരു ദിവസമാണ് ഈ നക്ഷത്രക്കാർക്ക്. നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങൾ: ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഒരു ദീപം തെളിയിക്കുക വീട്ടില്. ദരിദ്രർക്ക് ഭക്ഷണമോ വസ്ത്രമോ ഒക്കെ നൽകുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുതരും. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളെ. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രകൾ വിജയകരമാകും. പുതിയ ആളുകളെ പരിചയപ്പെടുന്നതിലൂടെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കാം. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ നിങ്ങൾക്ക് ചില പുതിയ ആളുകളെ പരിചയപ്പെടാൻ കഴിയും. ഇവർ മൂലം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ചിലപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ജോലിയിലേക്ക് ഇവർ മൂലം ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വിദേശ അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ലഭിക്കും. വിസ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാനോ അവിടെ ജോലിക്കോ ഒക്കെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക്, അതിനുള്ള അനുമതികൾക്ക് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത ലഭിക്കുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക. ക്ഷേത്ര ദർശനം നടത്തുകയും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അന്നദാനം ചെയ്യുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. ഇനി നാളത്തെ ദിവസം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രങ്ങളുണ്ട്. ഇവർ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ്. അവരാരൊക്കെയാണ് എന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ നാളത്തെ ദിവസം നേരിടേണ്ടി വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത ആവശ്യമുള്ള ഒരു ദിവസമാണ്. പെട്ടെന്നുള്ള ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അല്പം അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പണം തികയാതെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. കടം വാങ്ങേണ്ട അവസ്ഥ ചിലപ്പോൾ നാളത്തെ ദിവസം വരും. കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ദേഷ്യത്തോടു കൂടി സംസാരിക്കാതിരിക്കുക. പരമാവധി നിങ്ങൾ ഒരു ക്ഷമ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ വലിയ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥ, പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ
അനുഭവപ്പെടാനുള്ള സാഹചര്യം നാളെയുണ്ട്. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് അവിടെ ജലധാര വഴിപാട് നടത്തുക. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം നാളത്തെ ദിവസം ജപിക്കുക. അത് നിങ്ങൾക്ക് മനഃശാന്തി ഉണ്ടാക്കി തരും. ആരോടും കടുത്ത ഭാഷയിൽ നാളെ സംസാരിക്കരുത്. ചിലപ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അതൊരു മുറിവായിട്ട് പിന്നീട് അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്ത് സമ്മർദ്ദം അനുഭവപ്പെടാം. മേലധികാരികളിൽ നിന്ന് ചിലപ്പോൾ ചീത്ത കേൾക്കേണ്ട അവസ്ഥ, ജോലി ശരിയല്ല എന്നതിനെ ചൊല്ലി പഴി കേൾക്കേണ്ട അവസ്ഥയൊക്കെ വന്നേക്കാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് മാത്രം നാളത്തെ ദിവസം എടുക്കുക. ദിടിപിടിയെന്നുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കാരണം അത് നിങ്ങളെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ഈ നക്ഷത്രക്കാർ നാളെ ശ്രദ്ധിക്കണം. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. പിന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ സഹോദരങ്ങളുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലുള്ള ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ക്ഷമ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നാളത്തെ ദിവസം അത്തരം സുപ്രധാനമായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട. മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കുക. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. ഗണപതി ഭഗവാനെ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ കറുകപ്പുല്ല് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുക. ഇത് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നേടിത്തരും. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കും. അനാവശ്യ യാത്രകൾ നാളത്തെ ദിവസം ഒഴിവാക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ തെറ്റായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നാളെ. അത് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറഞ്ഞതിനെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക നാളത്തെ ദിവസം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. എന്തെങ്കിലും ചെറിയ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് കൂടുതൽ ജോലി എടുക്കുകയോ അല്ലെങ്കിൽ വിശ്രമമില്ലാതെ യാത്രകൾ ചെയ്യുകയോ ജോലികൾ ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അത് കൂടുതൽ ദോഷമായിട്ട് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. മാത്രവുമല്ല, മുതിർന്നവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അവരെ അവഗണിക്കാതിരിക്കുക, അവരുടെ വാക്കുകൾ അവഗണിക്കാതിരിക്കുക. ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക നാളത്തെ ദിവസം. ഇനി നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ. അതിലൊന്ന്, വിഷ്ണു ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തുക. തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുക. പക്ഷികൾക്ക് ധാന്യം നൽകുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ദോഷഫലങ്ങൾ നാളത്തെ ദിവസം കുറയ്ക്കും. കഴിയുന്നത്ര പോസിറ്റീവ് ചിന്ത നിലനിർത്തുക നിങ്ങൾ. നാളത്തെ ദിവസം ഇനി പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയാം. ജൂലൈ 31 പുതിയ തുടക്കങ്ങൾക്കും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസത്തോടെ മുന്നേറാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ളൊരു ദിവസമാണ്. ഓരോരുത്തരുടെ ജാതക അടിസ്ഥാനത്തിലൊക്കെ ഈ ഫലങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും അവരുടെ ദോഷഫലം കുറയ്ക്കാനും അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അതിലൊന്ന് എന്ന് പറയുന്നത്, തുളസി ചെടിക്ക് ജലം കൊടുക്കുന്നത് വളരെ നല്ലതാണ് നാളത്തെ ദിവസം. അത് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്നതാണ്. പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. കഴിയാവുന്ന വഴിപാടുകൾ അവിടെ ചെയ്യുക. ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് നാളത്തെ ദിവസം ഭക്ഷണം ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അന്നദാനം നടത്തുക. ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നേടിത്തരും. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കും. രാവിലെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ദിവസം ആരംഭിക്കുക. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.